പശ്ചിമേഷ്യയിലെ സംഘർഷം ദിവസേന കൂടുതൽ സങ്കീർണവും അനിശ്ചിതവുമായ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്ലാമാബാദ് ഇനിഷ്യേറ്റീവ് എന്ന പുതിയ നീക്കത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത്. ആഴ്ചകളായി തുടരുന്ന ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകളുടെ ഇടപെടലുകൾ എന്നിവ ചേർന്ന് മേഖലയെ യുദ്ധത്തിന്റെ ഒരു വിപുലമായ വലയത്തിലേക്ക് തള്ളിയിരിക്കുകയാണ് നിലവിൽ. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച മധ്യസ്ഥ ശ്രമം ഒരു പ്രതീക്ഷയുടെ കിരണം സൃഷ്ടിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ തത്വത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനൊപ്പം ചർച്ചകൾക്ക് തയ്യാറായതാണ് സൂചനകൾ. മേഖലയിലെ സംഘർഷങ്ങളിൽ താൽക്കാലിക വെടിനിർത്തലോ അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ നിന്ന് ഒരു ഇടവേളയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമാബാദിൽ മാർച്ച് 29-30 തീയതികളിലായി നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ചേരുന്നതിന് 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്നും ഭാവിയിൽ അമേരിക്കയോ ഇസ്രയേലോ സൈനിക നടപടികൾ നടത്തില്ല എന്ന് ഉറപ്പു നൽകണമെന്നുമാണ് ഇറാന്റെ പ്രാഥമിക ആവശ്യം.